അങ്ങനെ നമ്മുടെ നോമ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണിന്ന്. ഫസ്റ്റ് ഡേ അത്യാവശ്യം കുഴപ്പമില്ലാതെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം വെളിയിൽ കൂടെയൊക്കെ നടന്ന് രാവിലെ നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഉച്ചയായപ്പോഴത്തേക്കിന് ചൂടിൻ്റെ കാഠിന്യവും കൂടെ കൂടിയതുകൊണ്ട് നല്ല രീതിയിൽ ക്ഷീണം വന്ന് ഞാനൊന്ന് കിടന്ന് നന്നായിട്ട് ഉറങ്ങി. അങ്ങനെ ഉറക്കം കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനാണ്. പിന്നെ ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ കുറച്ച് നേരം നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ഞാൻ എൻ്റെ താടി പതുക്കെ കിളുത്ത് വരുന്നുണ്ട്. ഞാനത് ഫുള്ള് ഷേവ് ചെയ്ത് കളഞ്ഞിരുന്നു, ചൂട് കൂടിയതുകൊണ്ടാണ് കേട്ടോ. ഇത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടാണ്. കുറച്ച് ആശ്വാസം ഇവിടെ ഇരിക്കുമ്പോഴാണ്, കാരണം ഈ മാവൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം തണുപ്പും കാറ്റുമൊക്കെ ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിലുണ്ട് കേട്ടോ. ഇപ്പം നോമ്പിനെ പറ്റി എനിക്ക് ആധികാരികമായിട്ടോ ആത്മീയമായിട്ടോ ഒന്നും പറഞ്ഞു തരാൻ അറിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പം നോമ്പാണെങ്കിലും ശരി, അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന മണ്ഡലകാല വ്രതമാണെങ്കിലും ശരി, ഇതൊക്കെ എടുക്കുന്നത് ശരിക്കും നമ്മുടെ ഇന്നർ ക്യാരക്ടറിനകത്ത് കുറച്ച് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ നോമ്പിൻ്റെ ടൈം അല്ലെങ്കിൽ ഈ വ്രതത്തിൻ്റെ ടൈം നമ്മൾ വളരെ നല്ല രീതിയിൽ പോവുകയും അത് കഴിയുമ്പോഴത്തേക്കിന് പഴയൊരു ലൈഫ് സ്റ്റൈലിലേക്കും പഴയൊരു ക്യാരക്ടറിലേക്കും പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും എടുക്കുന്നതുകൊണ്ട് വലിയൊരു ഗുണം ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. സോ നോമ്പ് തുറക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്രൂട്ട്സൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കുമായിരുന്നു. ഇന്ന് തണ്ണിമത്തങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കൂടെ കുറച്ച് ബദാമും അതുപോലെ തന്നെ കടലമുട്ടായി, അതെനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. അങ്ങനെ ബാങ്ക് കേട്ട് നോമ്പ് തുറന്നിട്ടുണ്ട്. ഇപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ നോമ്പ് തുറയ്ക്കുള്ള ഇഫ്താറിൻ്റെ ഡിഷസ്. അപ്പം ശരി, ടാറ്റ, ബൈ ബൈ.